നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളെ ദ്രോഹിച്ചിട്ടുള്ള ഒരുപാട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിപ്പിച്ചിട്ടുള്ള ആ സ്ത്രീക്ക് എന്ത് കർമ്മഫലമാണ് യൂണിവേഴ്സ് നൽകാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. ഈ റീഡിംഗ് കാണുന്ന പ്രേക്ഷകരെ, നമ്മുടെ ചാനലിലെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരെ മാത്രമായിരിക്കില്ല ഈ വ്യക്തി ദ്രോഹിച്ചതെന്ന് നമ്മൾ ഭാഗം 1 ഈ വീഡിയോന്റെ പാർട്ട് 1 നമ്മൾ കണ്ടിരുന്നു. കാരണം ഈ വ്യക്തി പൊതുവിൽ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒരു ജെനുവിനിറ്റി ഇല്ലാത്ത വ്യക്തിയാണ്. അവരുമായി ബന്ധപ്പെടുന്ന അവരുടെ രക്തബന്ധങ്ങളോട് പോലും അവർക്കൊരു ആത്മാർത്ഥതയും ഇല്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഈ റീഡിങ്ങിൽ ഇത് നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഈ പാർട്ട് 2 നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവർക്കുള്ള ഫസ്റ്റ് കാർമിക് ഷോക്ക് എന്തായിരിക്കും, ഇവർക്ക് എന്ത് തിരിച്ചടിയാണ് യൂണിവേഴ്സ് ആദ്യമായിട്ട് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇത്രയും നിങ്ങളെ ദ്രോഹിച്ചല്ലോ, അതുപോലെ അപ്പൊ അവർക്ക് അങ്ങനെ ഒരു കർമ്മഫലം കിട്ടേണ്ടതുണ്ട്. അവർ ചെയ്യുന്ന എന്തോ ഒരു കാര്യം വെളിച്ചത്ത് വരുന്നതാണ് കാരണമെന്നും പറഞ്ഞു. അപ്പോൾ അത് നിങ്ങളുമായി ബന്ധപ്പെടുന്ന കാര്യമാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇതിൽ ഇൻവോൾവ് ആണോ എന്ന് നമുക്ക് ആദ്യം ഒന്ന് അറിയേണ്ടതുണ്ട്. അപ്പൊ നമുക്കത് ചോദിക്കാം. ആ സ്ത്രീ നിങ്ങളെ കൂടാതെ മറ്റാരെയൊക്കെയാണ് ദ്രോഹിച്ചിട്ടുള്ളത്? പുറം ലോകമറിയാത്ത എങ്ങനെയുള്ള രഹസ്യങ്ങളാണ്? സാമ്പത്തിക ചതിയാണോ, അവിഹിതമാണോ, മറ്റു കുടുംബങ്ങൾ തകർക്കുന്ന രീതിയാണോ? എന്താണ് അവർ ചെയ്തിട്ടുള്ളത് നിങ്ങളെ കൂടാതെ? എന്താണ് അവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഏസ് ഓഫ് സോർഡ്സ്. ഈ കാർഡ് ഇന്റർപ്രറ്റ് ചെയ്യുന്നതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാണ്. നമ്മുടെ റീഡിങ്ങിന്റെ 1-ാം ഭാഗം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കണ്ടിട്ടില്ലാത്തവർ അത് തീർച്ചയായിട്ടും കാണണം. 1-ാം ഭാഗത്തിൽ നിങ്ങളെ ദ്രോഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കിയ ഒരു സ്ത്രീയുടെ ഐഡന്റിറ്റിയെ പറ്റി, വ്യാജ മുഖംമൂടിയെ കുറിച്ച്, ഒടുവിൽ അവർ സ്വന്തം അബദ്ധം കൊണ്ട് അവരുടെ മുഖംമൂടി സമൂഹത്തിന് മുന്നിൽ അഴിയുന്നതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ അതിൽ പറഞ്ഞിട്ടുള്ളത്. ഞാൻ അത് പറഞ്ഞത് ഇവിടെ വീണ്ടും ആവർത്തിച്ച് പറയുന്ന കാര്യം എന്താന്ന് വെച്ചാല്, ഈ കാർഡ് വന്നതുകൊണ്ടാണ്. നമ്മുടെ റീഡിങ് പാർട്ട് 1 സ്റ്റാർട്ട് ചെയ്തത് ഏസ് ഓഫ് കപ്സ് എന്ന എനർജിയിലൂടെയാണ്. ഇപ്പോൾ നമ്മുടെ 2-ാം ഭാഗം ഏസ് ഓഫ് സോർഡ്സിലൂടെ യൂണിവേഴ്സ് നമ്മളിലേക്ക് എത്തിക്കുമ്പോൾ, ആരംഭിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ, എന്തൊരു സ്പിരിച്വൽ ഡെപ്ത് ആണ് നമ്മുടെ റീഡിങ്ങിന് വന്നിരിക്കുന്നത്. യൂണിവേഴ്സിനോട് അതിന് ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുകയാണ്. അങ്ങനെ ഒരു എനർജി എന്നിലൂടെ കൺവേ ചെയ്യാനായിട്ട് യൂണിവേഴ്സ് എന്നെ അങ്ങനെ തിരഞ്ഞെടുത്തല്ലോ എന്ന് ഓർത്ത് ഞാൻ യൂണിവേഴ്സിനോട് എനിക്കുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ ഇവിടെ പറയുകയാണ്. കാരണം ഏസ് ഓഫ് കപ്സ് പറഞ്ഞത് ആദ്യത്തെ പാർട്ടിൽ, അവിടെ അവരുടെ തുടക്കം വികാരങ്ങളുടെ, ആഗ്രഹങ്ങളുടെ അതിപ്രസരമായിരുന്നു. അതായത് അവിഹിതം, സ്വാർത്ഥത, വികാരങ്ങളെ ചൂഷണം ചെയ്യൽ എന്നിവയൊക്കെ ആയിരുന്നു. നമ്മൾ പാർട്ട് 2 നമുക്ക് ആദ്യമായിട്ട് ലഭിച്ചിരിക്കുന്നത്, കാർഡ് എടുത്തപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഏസ് ഓഫ് സോർഡ്സ് ആണ്. അതായത് യൂണിവേഴ്സ് ഇവിടെ വ്യക്തമാക്കുന്നത് ഇത്രയും നാൾ വികാരങ്ങൾ കൊണ്ട് കളിച്ച കളി ഇനി നടക്കില്ല എന്നുള്ളതാണ്. അവർക്കിനി അത് സാധിക്കില്ല. ഇനി വരുന്നത് സത്യത്തിന്റെ മൂർച്ചയേറിയ വാളാണ്. യൂണിവേഴ്സ് അവർക്ക് മുകളിലേക്ക് ഇനി സത്യത്തിന്റെ മൂർച്ചയേറിയ വാളോങ്ങാൻ പോവുകയാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്, ആദ്യത്തെ സൂചന. അപ്പൊ നമ്മൾ ചോദിച്ച ചോദ്യം അവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മറ്റ് രഹസ്യങ്ങളെ പറ്റിയൊക്കെയാണ്. അതായത് നിങ്ങളെ കൂടാതെ ആ സ്ത്രീ പുറം ലോകമറിയാതെ മറ്റുള്ള ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും രഹസ്യങ്ങൾ അവർക്കുണ്ടോ? നിങ്ങളെ അനുഭവിപ്പിച്ചതല്ലാതെ വേറെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. അതിന് ഇത് നൽകുന്ന സൂചന നിയമപരമായ ചതികളും സാമ്പത്തികമായ തട്ടിപ്പുകളും ഇവർ നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. ഈ സോർട്സ് എപ്പോഴും നിയമവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതായത് നിയമം, പേപ്പർ വർക്കുകൾ, ഒരു ക്ലാരിറ്റി എന്നിവയെ സൂചിപ്പിക്കാനാണ് ഈ സോർട്സ് വരുന്നത്. നിങ്ങളെ ദ്രോഹിച്ചതിന് പുറമെ ഇവർ മറ്റുള്ളവരുമായി ചേർന്ന് വലിയ സാമ്പത്തിക ചതികളോ അല്ലെങ്കിൽ വ്യാജരേഖ ചമയ്ക്കലോ, ഒപ്പുകളൊക്കെ വ്യാജമായി ക്രിയേറ്റ് ചെയ്യലോ, അല്ലെങ്കിൽ നിയമവിരുദ്ധമായ ചില കാര്യങ്ങളോ രഹസ്യമായി ചെയ്തു വെച്ചിട്ടുണ്ടെന്നാണ്. അതിന്റെ രേഖകൾ അല്ലെങ്കിൽ അത് സംബന്ധിക്കുന്ന തെളിവുകൾ ഇപ്പോൾ വളരെ വ്യക്തമായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബന്ധങ്ങളിൽ ഉണ്ടാക്കിയ കടുത്ത വഞ്ചനയെ പറ്റി ഇത് പറയുന്നുണ്ട്. ഇവർ ആരും അറിയാതെ കൊണ്ടു നടന്ന ചില രഹസ്യ ബന്ധങ്ങൾ, അഫയേഴ്സ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുടുംബം തകർക്കാൻ വേണ്ടി നടത്തിയ അണിയറ നീക്കങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങളുടെ തന്നെ ആവണമെന്നില്ല, വേറെ ആരുടെയെങ്കിലും ഒക്കെയാണ്. ഇവർക്കിതൊരു ഹോബി പോലെയാണ്, ഇതൊരു സൈക്കോ പോലെയുള്ള ഒരു വ്യക്തിയാണ്. ആ രഹസ്യങ്ങളെല്ലാം ഇപ്പോൾ ഒരു മൂർച്ചയേറിയ വാൾ പോലെ പുറത്തേക്ക് വരാൻ തയ്യാറായി നിൽക്കുകയാണ്. യൂണിവേഴ്സ് അത് എന്തായാലും പുറത്തു കൊണ്ടുവരും. ഒരു പുതിയ വെളിപ്പെടുത്തൽ, ഒരു സഡൻ ബ്രേക്ക് ത്രൂ
ഉണ്ടാവാൻ വേണ്ടി പോവുകയാണ്. അതാണ് ഈ ഏസ് ഓഫ് സോർട്സ് സൂചിപ്പിക്കുന്നത്. ഒരു അപ്രതീക്ഷിത വെളിപ്പെടുത്തൽ വരാൻ പോകും. അവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു നെറുകേട് അത് വളരെ പെട്ടെന്ന് ഒരു മിന്നൽ പോലെ സമൂഹത്തിന് മുന്നിൽ വെളിച്ചത്താവാൻ പോകുന്നു. ഇത്രയും നാൾ അവർ നുണകൾ കൊണ്ട് കെട്ടി ഉയർത്തിയ കോട്ടയെ പ്രപഞ്ചം ഈ ഒരൊറ്റ വാൾ കൊണ്ട് വെട്ടിമുറിക്കാൻ പോവുകയാണ്. ആ സ്ത്രീയുടെ എന്ത് കള്ളത്തരം, എന്ത് രഹസ്യമാണ് ആദ്യം സമൂഹത്തിന് മുന്നിൽ വെളിച്ചത്ത് വരാൻ പോകുന്നത്? അത് സാമ്പത്തികമാണോ, ബന്ധങ്ങളാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളാണോ? കാര്യങ്ങൾ നീക്കി വയ്ക്കാം. സാമ്പത്തികമാണോ, ബന്ധങ്ങളാണോ, ഏസ് ഓഫ് കപ്സ്, വീണ്ടും മറ്റെന്തെങ്കിലും കാര്യങ്ങളാണോ? സാമ്പത്തിക തകർച്ചയാണോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ടെമ്പറൻസ് കാർഡാണ് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഏസ് ഓഫ് കപ്സ് ആണ് കേട്ടോ. ബന്ധങ്ങളെ പറ്റി ചോദിക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ പാർട്ടിൽ ഏസ് ഓഫ് കപ്സ് വന്നു. ഞാൻ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നമ്മൾ റീഡിംഗ് തുടങ്ങിയത് തന്നെ വിശദമായിട്ട്. ഇവിടെ വീണ്ടും ബന്ധങ്ങളെ പറ്റി ചോദിക്കുമ്പോൾ ഏറ്റവും വലിയ തകർച്ച ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഉണ്ടാവാനാണ് സാധ്യത. എങ്കിലും നമുക്ക് ആദ്യം സാമ്പത്തിക കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ കാർഡ് എടുത്തത്, അത് നോക്കാം. ടെമ്പറൻസ് ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സാമ്പത്തിക തകർച്ചയാണോ എന്ന് നോക്കുമ്പോൾ ഒരു ബാലൻസിങ്ങിനെയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. പണത്തിന്റെ കാര്യത്തിൽ അവർ വലിയൊരു തിരിച്ചടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാൾ മറ്റുള്ളവരെ പറ്റിച്ചുണ്ടാക്കിയ പണമോ സൗകര്യങ്ങളോ അവരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇത്രയും നാൾ അവർ ജീവിച്ചിരുന്നതെങ്കിൽ, യൂണിവേഴ്സ് അത് ബാലൻസ് ചെയ്യാൻ പോവുകയാണ്. കാർമിക് ബാലൻസ് വരാൻ പോകും. അവരുടെ കയ്യിലെ പണം വെള്ളം പോലെ ഒലിച്ചു പോകുന്ന സാഹചര്യം വരാൻ പോവുകയാണ്. വരവും ചെലവും ഒത്തുപോകാത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധി വളരെ പെട്ടെന്ന് തന്നെ പുറത്തു വരാൻ പോകുന്നു. അതുപോലെ ബന്ധങ്ങളിലെ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ വാക്കുപോലെ തന്നെ അത് അങ്ങേറ്റം മ്ലേച്ഛമായ കാര്യങ്ങൾ തന്നെയാണ്. അവരുടെ ബന്ധങ്ങളിലെ ചതികൾ പുറത്തു വരുമോ, അല്ലെങ്കിൽ അതാണോ ഇനി ആദ്യം പുറത്തു വരാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഏസ് ഓഫ് കപ്സ് ആണല്ലോ അത് വീണ്ടും വീണ്ടും വന്നിരിക്കുന്നത്. അവരുടെ ഏറ്റവും വലിയ നാണക്കേടും തകർച്ചയും വരാൻ പോകുന്നത് അവരുടെ രഹസ്യ ബന്ധങ്ങളിലൂടെ തന്നെയാണ്. അസാൻമാർഗിക പ്രവർത്തികൾ, അവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അവിഹിത ബന്ധങ്ങൾ, അല്ലെങ്കിൽ മറ്റു കുടുംബങ്ങൾ തകർക്കാൻ അവർ നടത്തിയ രഹസ്യ ചതികൾ, വികാരങ്ങൾ വെച്ചുള്ള കളികൾ, ഇതാണ് സമൂഹത്തിന് മുന്നിൽ ആദ്യം പൊട്ടിത്തെറിക്കാൻ പോകുന്നത്, പുറത്തേക്ക് വരാൻ പോകുന്നത്. അവർ ഏറ്റവും കൂടുതൽ ഒളിപ്പിച്ചു വെക്കാൻ ആഗ്രഹിച്ച ആ സീക്രട്ട്, ആ ഡാർക്ക് സീക്രട്ട്, അതാണ് പ്രപഞ്ചം ആദ്യം പുറത്തേക്ക് വിടാൻ വേണ്ടി, വലിച്ചു കീറി പുറത്തിടാൻ വേണ്ടി പോകുന്നത്. വേറെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ 3 ഓഫ് സോർട്സ്, അതായത് ഹൃദയത്തിൽ 3 വാളുകൾ കുത്തിയിറക്കിയ ചിത്രമാണ്. ഒന്നൊന്നും അല്ല, ഒരാളെയൊന്നും അല്ല ഒന്നാമത് ദ്രോഹിക്കുന്നത്. ഈ രഹസ്യങ്ങൾ പുറത്തു വരുമ്പോൾ അവരുടെ കൂടെ നിൽക്കുന്നവർ തന്നെ അവരെ പിന്നിൽ നിന്ന് കുത്തുന്ന സാഹചര്യം, ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടാവും. അവർ വിശ്വസിച്ച കൂട്ടുപ്രതികളോ അല്ലെങ്കിൽ അവരുടെ പ്രിയപ്പെട്ടവരോ അവരെ തള്ളിപ്പറയും. കടുത്ത ഹൃദയവേദനയും ഒറ്റപ്പെടലും മാനസിക തകർച്ചയും അവർക്ക് നേരിടേണ്ടി വരും. അവർ മറ്റുള്ളവർക്ക് നൽകിയ അതേ ഹൃദയവേദന, നിങ്ങൾക്ക് നൽകിയ അതേ ഹൃദയവേദന യൂണിവേഴ്സ് അവർക്ക് പലിശ സഹിതം തിരിച്ചു നൽകാൻ പോവുകയാണ്. അങ്ങനെ മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ട് ആരുടെയോ പണമോ സമാധാനമോ ഒക്കെ സ്വന്തമാക്കി, അവരുടെ സന്തോഷം സ്വന്തമാക്കി ഇവരിങ്ങനെ വിലസി നടക്കുകയായിരുന്നു. അതെന്തായാലും പുറത്തു വരും. ഈ രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിൽ നിങ്ങൾക്ക് വല്ല പങ്കുണ്ടാകുമോ? നിങ്ങൾ ഇടപെട്ടാണോ ഈ രഹസ്യം പുറത്തു വരുന്നത്, അല്ലെങ്കിൽ അത് മറ്റേതെങ്കിലും വഴിയാണോ പുറത്തു വരുന്നത്? നിങ്ങൾ ഇടപെട്ടാണോ പുറത്തു വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ക്യൂൻ ഓഫ് വാൻസ് ആണ്. മറ്റേതെങ്കിലും വഴിയാണോ എന്ന് ചോദിച്ചപ്പോൾ 2 ഓഫ് പെന്റക്കിൾസും നൈറ്റ് ഓഫ് കപ്സും ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ വഴിയാണോ എന്ന് ചോദിച്ചപ്പോ, അതായത് ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ വഴിയാണോ അവരുടെ രഹസ്യം, അവരുടെ തനിനിറം പുറത്തു വരാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ലഭിച്ചത് ക്യൂൻ ഓഫ് വാൻസ് ആണ്. ഈ കാർഡ് തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ കരുത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഈ സ്ത്രീ കാരണം ഒരുപാട് സഹിച്ചു, പക്ഷെ ഇപ്പോൾ നിങ്ങൾ പഴയതുപോലെ അല്ല. നിങ്ങൾ ശക്തരാണ്, ആത്മവിശ്വാസമുള്ളവരാണ്. പക്ഷെ ഇവിടെ യൂണിവേഴ്സ് നൽകുന്ന ഒരു സൂചന, ഇവിടെ നിങ്ങള് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അത് നമ്മുടെ ആദ്യത്തെ പാർട്ടിലും പറഞ്ഞിരുന്നു അല്ലെ. അവര് തന്നെ അവരുടെ കുറ്റം കൊണ്ട് തന്നെ പുറത്താക്കപ്പെടുമെന്ന് പറഞ്ഞു. എന്നാൽ പോലും അത് കൊണ്ടുവരാനായിട്ട് നിങ്ങളുടെ റോളൊന്നും വേണ്ട. നിങ്ങൾ പോയി ആ സ്ത്രീയുടെ മുഖംമൂടി വലിച്ചു കീറാൻ നിൽക്കേണ്ടതില്ല.
നിങ്ങളുടെ ആത്മവിശ്വാസത്തോടെയുള്ള മുന്നോട്ട് പോകും, നിങ്ങളുടെ വിജയവും. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോളൂ എന്നാണ്. നിങ്ങളുടെ കാര്യം നേരത്തെ ഫസ്റ്റ് പാർട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇവരുടെ ബാക്കിയുള്ള ലൈഫാണ്, അത് യൂണിവേഴ്സ് ഏറ്റെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പോസിറ്റീവ് എനർജിയും നിങ്ങളുടെ വിജയമൊക്കെ കാണുമ്പോൾ അത് തന്നെ അവർക്ക് വട്ടുപിടിക്കുന്ന സാഹചര്യം ഉണ്ടാക്കും. ആ ദേഷ്യത്തിൽ അവർ വീണ്ടും നിങ്ങളെ ദ്രോഹിക്കാൻ നോക്കുമ്പോഴാണ് അവർക്ക് വലിയൊരു അബദ്ധം പറ്റാൻ പോകുന്നത്. മിക്കവാറും അങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നേരിട്ട് അങ്ങോട്ട് ചെന്ന് യാതൊരുവിധ വെല്ലുവിളികളും ഒന്നും നടത്തേണ്ട കാര്യമില്ല. നിങ്ങളുടെ മൗനം, അതുപോലെ തന്നെ നിങ്ങളുടെ വിജയം എന്നിവയായിരിക്കും നിങ്ങളുടേതായ ഇടപെടലായിട്ട് അവരിലേക്ക് വരാൻ പോകുന്നത്. അതൊക്കെ കൊണ്ട് അവർക്ക് ഉണ്ടാവുന്ന അസ്വസ്ഥതയുണ്ടല്ലോ, അതിന്റെ പ്രതിഫലനമായിരിക്കും അവരിൽ നിന്നുണ്ടാകാൻ പോകുന്ന ഈ അബദ്ധം മിക്കവാറും. നിങ്ങളൊന്നും പറയുകയും വേണ്ട, അവർക്ക് നേരെ ചെളിവാരി എറിയാനൊന്നും നിങ്ങൾ നിൽക്കണ്ട. അതുവഴിയൊന്നും അല്ല. നിങ്ങൾ അന്തസ്സായിട്ട് ജീവിക്കുമ്പോൾ ഈ ക്യൂൻ ഓഫ് വാൻസിന്റെ എനർജിയിലേക്ക് വന്ന് ഒരു അധികാരത്തിൽ, ഒരു കസേരയിൽ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ ഇരിക്കുമ്പോഴാണ് ഈ പ്രശ്നം അവർക്ക് എന്തായാലും വരിക. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം ഇപ്പൊ ഉണ്ടാവാൻ പോകുന്നുണ്ടോ? ഒരു ജോലി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അതോറിറ്റി, ഒരു പൊസിഷൻ, അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ ആ സമയത്തായിരിക്കും ഇത് നടക്കുക. അങ്ങനെ ഒരു സൂചനയുണ്ട്. വേറെ ഏതെങ്കിലും വഴിയിലൂടെയാണോ? അതായത് യഥാർത്ഥത്തിൽ ആരാണ് ഇത് പുറത്തു കൊണ്ടുവരുന്നത്? 2 ഓഫ് പെന്റക്കിൾസും നൈറ്റ് ഓഫ് കപ്സും ചേർന്നാണ് അതിന് മറുപടി തരുന്നത്. ഇവിടെയാണ് യൂണിവേഴ്സിന്റെ ആ ഒരു വലിയ പ്ലാൻ ഒളിഞ്ഞിരിക്കുന്നത് കേട്ടോ. ഈ 2 ഓഫ് പെന്റക്കിൾസ് കാണിക്കുന്നത് ആ സ്ത്രീയുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന വലിയൊരു അസ്ഥിരതയാണ്, ജഗ്ലിങ്ങിനെയാണ്. അവർ ഒരേ സമയം പല കാര്യങ്ങളും മാനേജ് ചെയ്യാൻ വേണ്ടി നോക്കും. പണം, അതുപോലെ തന്നെ രഹസ്യബന്ധങ്ങൾ, കള്ളത്തരങ്ങൾ, പിന്നെ നിങ്ങളോടുള്ള അസ്വസ്ഥതകൾ, അങ്ങനെ പല 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 കാര്യങ്ങളാണ് അവരുടെ കയ്യിലൂടെ ഓടാൻ പോകുന്നത്, മനസ്സിലൂടെ കടന്നു പോകാൻ പോകുന്നത്. ഈ നെട്ടോട്ടത്തിനിടയിൽ അവരുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ കൈവിട്ടു പോകും. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂചന ഈ നൈറ്റ് ഓഫ് കപ്സ് തരുന്നുണ്ട്. ഒരു പുതിയ വ്യക്തിയുടെ വരവാണ് ഇത് കാണിക്കുന്നത്. ആ സ്ത്രീയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു യുവാവോ, അല്ലെങ്കിൽ ഒരു പുതിയ സുഹൃത്തോ, അല്ലെങ്കിൽ ഒരു പുതിയ പ്രണയബന്ധമോ, മിക്കവാറും ഒരു ആൺ സുഹൃത്തായിരിക്കാം ഇത്. ആരെങ്കിലും ഒരാള് ഒരു പുതിയൊരു വ്യക്തിയോട് ഇവർ കാണിക്കുന്ന ഒരു പുതിയൊരു അടുപ്പം, ആ വ്യക്തിയോട് ഇവർ അമിതമായി വിശ്വസിച്ച് സ്വന്തം രഹസ്യങ്ങൾ പങ്കുവെക്കുകയോ, അല്ലെങ്കിൽ ആ വ്യക്തിയുമായി ചേർന്ന് പുതിയൊരു കളിക്ക് മുതിരുകയോ ചെയ്യും. പക്ഷെ ആ വ്യക്തിയിലൂടെയാണ് ഇവരുടെ സർവ്വ രഹസ്യങ്ങളും പുറം ലോകം അറിയാൻ പോകുന്നത്. അപ്പോ പുതിയ വ്യക്തി ഓൾറെഡി അവരുടെ ലൈഫിൽ വന്നിട്ടുണ്ടോ? അത് നമുക്ക് നോക്കണം. ഇനി വരാനിരിക്കുന്നതാണോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി, ഒരു യുവാവ് ഇവരുടെ ലൈഫിൽ നിലവിലുണ്ടോ? ഈ കാര്യങ്ങളിൽ ഇവരോട് ചേർന്ന് നിന്ന് എന്തെങ്കിലും ഒരു മോശമായ പ്രവൃത്തികൾ ഇവരോട് ചേർന്നൊന്നും ചെയ്യുന്നുണ്ടോ? അതെന്ത് തന്നെ ആയാലും ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ കൈയും കെട്ടി നോക്കിയിരുന്നാൽ മതി. നിങ്ങൾ നേരിട്ട് ഇതിൽ ഇടപെട്ട് നിങ്ങളുടെ കൈ ചീത്താക്കേണ്ടതില്ല. ആ സ്ത്രീയുടെ ജീവിതത്തിലേക്ക് യൂണിവേഴ്സ് തന്നെ അയക്കാൻ പോകുന്ന ചില മനുഷ്യരും സാഹചര്യങ്ങളും വഴി അവരുടെ തനി നിറം പുറത്താകും എന്നുള്ളതാണ്. നമുക്ക് ഈ നൈറ്റ് ഓഫ് കപ്സ് എനർജി ആരാണ്? ഓൾറെഡി ആ യുവാവ്, അല്ലെങ്കിൽ ആ യങ് എനർജി, ഒരു പുരുഷൻ ആകാമെന്ന് പറഞ്ഞാലും, ഇവരെക്കാളും പ്രായം കുറഞ്ഞ ഒരാളാകാം. അത് ആരാണ്? നിലവിൽ ഇവരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടോ? ഇവരുടെ റിലേറ്റീവ്സ് വല്ലതും ആണോ? അവരുടെ മക്കളോ, അല്ലെങ്കിൽ ആരെങ്കിലും ആണോ? പുതിയ ഒരു പങ്കാളി പുതുതായിട്ട് വരുന്നതാണോ? അല്ലെങ്കിൽ ഈ പ്രവർത്തികൾക്ക് കൂടെ നിന്ന് കൈകാര്യം ചെയ്യുന്ന ആരെങ്കിലും ഇപ്പോൾ തന്നെ അവരുടെ ലൈഫിൽ ഉണ്ടോ? അത് ആരായിരിക്കും എന്ന കാര്യമാണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത്. അതുകൂടി ഒന്ന് നോക്കാം. ആരായിരിക്കും ആ വ്യക്തി? ഈ നൈറ്റ് ഓഫ് കപ്സ് ഇവിടെ പറയുന്ന ഇവരോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തി, ഓൾറെഡി ഇവരുടെ ലൈഫിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടോ? അതാരായിരിക്കും? 7 ഓഫ് വാൻഡ്സ്, ചാരിയറ്റ്, വീൽ ഓഫ് ഫോർച്യൂൺ, ലവേഴ്സ്, 10 ഓഫ് കപ്സ്. നമ്മൾ ആ വ്യക്തിയെ പറ്റിയാണ് ചോദിക്കുന്നത്. ഇത് അത്യന്തം നാടകീയമായ ആകാംക്ഷ, സസ്പെൻസ്, ത്രില്ലർ പോലെ ആയിട്ട് വന്നിരിക്കുകയാണല്ലോ നമ്മുടെ റീഡിങ്. ആ സ്ത്രീയുടെ സർവ്വ രഹസ്യങ്ങളും പുറത്തു കൊണ്ടുവരുന്ന ആ നൈറ്റ് ഓഫ് കപ്സ് എന്ന യുവാവ് ആരാണെന്ന് കണ്ടെത്താൻ നമുക്ക് യൂണിവേഴ്സ് നൽകിയിരിക്കുന്ന സൂചനകൾ, ഈ കാർഡുകൾ അങ്ങേയറ്റം വ്യക്തമായ സൂചനകൾ തന്നെയാണ് നൽകുന്നത്. ഇതിൽ ലവേഴ്സ്, അതുപോലെ 10 ഓഫ് കപ്സ്, വീൽ ഓഫ് ഫോർച്യൂൺ എന്നീ കാർഡുകൾ. വീൽ ഓഫ് ഫോർച്യൂൺ ഇതിലെ ലവേഴ്സും, അതുപോലെ ചാരിയറ്റ് കേട്ടോ, ഇത് മൂന്നും മേജർ ആർക്കാന കാർഡുകളാണ്. ഇതിൽ വീൽ ഓഫ് ഫോർച്യൂണും ലവേഴ്സും 10 ഓഫ് കപ്സുമായിട്ട് ചേർത്ത് ഒരുമിച്ച് ഇരിക്കുന്നത് നോക്കുമ്പോൾ ആ വ്യക്തി ആരാണെന്നും അവൻ ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നും കൃത്യമായിട്ട് സൂചനകൾ ലഭിക്കുന്നുണ്ട്. ആരാണ് ആ ദുരൂഹനായ യുവാവ്?
അത് അവരുടെ മകനാണോ, ബന്ധുവാണോ, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ആരെങ്കിലും ആണോ? ആ വ്യക്തി ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. ഇനി വരാൻ പോകുന്ന ആളല്ല. വീൽ ഓഫ് ഫോർച്യൂൺ കാണിക്കുന്നത് സമയം തെളിഞ്ഞു കഴിഞ്ഞു എന്നാണ്. അതായത് ആ വ്യക്തി ഇതിനകം തന്നെ അവരുടെ ജീവിതത്തിലുള്ള ഒരാളാണ്. അവൻ ദൂരെ എവിടെയോ ഉള്ള ആളല്ല. ചാരിറ്റി കാർഡ് കാണിക്കുന്നത് ഈ യുവാവ് വളരെ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന, അല്പം ദേഷ്യക്കാരനായ, സ്വന്തം നിലപാടുകളുള്ള വ്യക്തിയാണെന്നാണ്. ഇവരുമായിട്ടുള്ള ബന്ധം ഇവിടെയാണ് ഫാമിലിയാണ്. കുടുംബവും ഫാമിലിയും മക്കളും ഒക്കെ സൂചിപ്പിക്കുന്ന കാർഡാണ്. അതോടൊപ്പം ലവേഴ്സ് വന്നിരിക്കുന്നത് രണ്ട് ശക്തമായ സാധ്യതകളാണ് പറയുന്നത്. ഒന്നെങ്കിൽ മകനാണ്, അല്ലെങ്കിൽ മകനെ പോലെ സ്വന്തം കുടുംബത്തിലെ തന്നെ ചോരത്തിളപ്പുള്ള ഒരു യുവാവ്, മകനെ പോലെ മകന്റെ സ്ഥാനത്ത് വരുന്ന മറ്റൊരു യുവാവ്, സഹോദരങ്ങളുടെ മകൻ, അങ്ങനെ എന്തെങ്കിലും. അവൻ വഴിയായിരിക്കും ഇവരുടെ തകർച്ച. മകനെ ഇവർക്ക് അന്ധമായി വിശ്വസിക്കാമായിരിക്കാം, അല്ലെങ്കിൽ മകനാവണമെന്നില്ല, ഈ പറയുന്ന റിലേറ്റീവ്, രക്തബന്ധത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, കുടുംബബന്ധം രക്തബന്ധം എന്ന് കാണിക്കും. ഇവരുടെ കുടുംബത്തിൽപ്പെട്ട, ഇവരുമായി രക്തബന്ധമുള്ള ഏതോ ഒരു യുവാവാണ്. ഇയാളുടെ ചില കൂട്ടുകെട്ടുകളോ അല്ലെങ്കിൽ അവന്റെ ധൂർത്തോ, അവൻ ചെയ്യുന്ന ചില അബദ്ധങ്ങളോ കാരണം ഇവരുടെ രഹസ്യം എന്ന് പറയുമ്പോൾ അവനുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട് ഇവരുടെ ഈ രഹസ്യങ്ങൾക്ക്. അവന്റെ ചില ചീത്ത പ്രവർത്തികൾ, ചീത്ത കൂട്ടുകെട്ടുകൾ, സ്വഭാവ ദൂഷ്യങ്ങൾ, അവിഹിതം, ഇതൊക്കെ അവനുമായിട്ട് ബന്ധപ്പെട്ടതാകാം. ഇവരുടെ തന്നെ ആവണമെന്നില്ല, ഇവരതിനെ കൂട്ടുന്നതാകാം. സാമ്പത്തിക ചതിയാകാം. ഇത് പുറം ലോകം അറിയും. അങ്ങനെ വരുമ്പോൾ, അവനിലൂടെ ഇത് പുറത്തു വരുമ്പോൾ ഇവരതിനൊരു കൂട്ടാളിയാണല്ലോ. ഇവർ കൂടി ചേർന്ന് നിന്ന് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇവർക്കത് വലിയൊരു തിരിച്ചടിയാവും. അതാണ് ഒരു സാധ്യത, ശക്തമായ ഒരു സാധ്യതയാണ്. രണ്ടാമത്തെ ഒരു സാധ്യത എന്ന് പറയുമ്പോൾ ലവേഴ്സ് കാർഡ് വന്നതുകൊണ്ട് ഒരു രഹസ്യ കാമുകൻ, അല്ലെങ്കിൽ ഒരു ആൺസുഹൃത്ത്, ഒരു ചാരൻ എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തിയാകാം. ഇവർ രഹസ്യമായി കൊണ്ടുനടക്കുന്ന ഒരു ബന്ധം. ഇവരെക്കാൾ പ്രായം കുറഞ്ഞ ഒരു യുവാവാണ് എന്തായാലും. ഇവരുടെ പ്രായമില്ല. ഇവർക്ക് അയാൾ അത്രമേൽ വിശ്വാസമാണ്, അങ്ങനെ വിശ്വസിച്ച് കൂടെ നിർത്തിയിരിക്കുകയാണ്. ഇവർക്കൊപ്പമുള്ള ഒരു യുവാവ്, ആ യുവാവിൽ നിന്നാണ് ഇവരുടെ ചതികൾ പുറത്താകാൻ വേണ്ടി പോകുന്നത്. പക്ഷെ അത് ഇവർ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല അവൻ വഴി ഈ കാര്യം പുറത്തു വരുമെന്ന്. അത്രയും വിശ്വാസമാണ് ഇവർക്ക് അവനെ. ഇതെങ്ങനെയായിരിക്കും പുറത്താവുക? ഈ യുവാവുമായിട്ട് ആ സ്ത്രീക്ക് വരും ദിവസങ്ങളിൽ വലിയൊരു തർക്കമോ വിയോജിപ്പോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു തർക്കത്തിന്റെ സൂചനയാണ് ഈ 7 ഓഫ് വാണ്ട്സ് കാണിക്കുന്നത്. അതൊരുപക്ഷെ പണത്തിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ രഹസ്യങ്ങൾ പരസ്യമാക്കുമെന്ന ഭീഷണിയുടെ രൂപത്തിലോ ഇവർ തമ്മിൽ കടുത്ത യുദ്ധം നടക്കാൻ സാധ്യതയുണ്ട്. ഇത്രയും നാൾ ഇവർക്ക് വേണ്ടി പ്രതിരോധിച്ചു നിന്ന ആ യുവാവ്, ഇത്രയും നാൾ ഇവരോട് ചേർന്ന് നിന്ന് ഇവരുടെ രഹസ്യങ്ങൾക്കൊക്കെ കാവലാളായിട്ട് നിൽക്കുകയായിരുന്നു. വരും ദിവസങ്ങളിൽ ഇവർക്ക് നേരെ തിരിയാൻ പോവുകയാണ്. അവൻ വഴിയായിരിക്കും ഇവരുടെ തനിനിറം വീട്ടുകാരും നാട്ടുകാരും ഒക്കെ അറിയാൻ പോകുന്നത്. ആ സ്ത്രീയുടെ സ്വന്തം കുടുംബത്തിലോ അല്ലെങ്കിൽ അവർ സ്വന്തം നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന ആ ഒരു യുവാവ് തന്നെയാണ്, അല്ലെങ്കിൽ അവനെ തന്നെയാണ് യൂണിവേഴ്സ് അവർക്കായിട്ട് കെണിയായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഒരു കാര്യം കൂടി നമുക്ക് ചോദിക്കാം. എന്തായാലും ഇത്രയൊക്കെ ആയി. ആ യുവാവ് വഴിയാണ് കാര്യം പുറത്തേക്ക് വരാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഇത്ര നാളും ഇവരെ പ്രതിരോധിച്ചു നിൽക്കുന്ന ആ വ്യക്തി എന്ത് കാര്യത്തിലാണ് ഇവരുമായിട്ട് പിണങ്ങാൻ പോകുന്നത്? എന്ത് തർക്കമാണ് ഇവരും ആ യുവാവും തമ്മിൽ ഉണ്ടാകാൻ പോകുന്നത്? വീണ്ടും ഇൻറ്റ്യൂട്ടീവ്ലി കാർഡുകൾ നമ്മളെ മാടി വിളിക്കുകയാണ്. കുറെ കാർഡ് എടുത്ത് പോകുന്നു. അത്രയും വിശദീകരിക്കുമ്പോൾ നമ്മുടെ ലെങ്ത്തും കൂടും. അതാണ് പ്രശ്നം. ഇത് നോക്കി 7 ഓഫ് വാണ്ട്സ് വന്ന പോലെ ഇവിടെ 7 ഓഫ് പെന്റക്കിൾ കാർഡൊന്ന് നീക്കി വെച്ചിട്ട് ഇനി ഇതെല്ലാം കൂടി ഇവിടെ വയ്ക്കും. നമ്മളത് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇവിടെ വയ്ക്കാം. 7 ഓഫ് പെന്റക്കിൾ, എംപ്രസ്, നൈറ്റ് ഓഫ് പെന്റക്കിൾ, ഏസ് ഓഫ് പെന്റക്കിൾ, 8 ഓഫ് പെന്റക്കിൾ. ആദ്യ ഭാഗത്തും നമ്മുടെ 8 ഓഫ് പെന്റക്കിൾസ് ഒക്കെ വന്നിരുന്നു. ഇവിടെ വന്നിരിക്കുന്ന കാർഡുകൾ നിങ്ങൾ നോക്കിയേ. ഇത് എംപ്രസ് കാർഡ് നമുക്ക് ഇങ്ങോട്ട് നീക്കി വയ്ക്കാം. ബാക്കി കാർഡുകളെല്ലാം അത് മേജർ ആർക്കാന കാർഡാണ്. ബാക്കിയെല്ലാം പെന്റക്കിൾസ് ആണ്. അതായത് ഈ ടാരോ കാർഡുകളിൽ പെന്റക്കിൾസ് എന്ന് പറയുന്നത് പണം, സ്വത്ത്, സാമ്പത്തികം, ആഡംബരം എന്നിവയൊക്കെ സൂചിപ്പിക്കാനാണ് വരുന്നത്. 5ൽ 4 കാർഡുകളും പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത് എന്നുകൊണ്ട് തന്നെ ഇവിടെ യൂണിവേഴ്സ് നമുക്ക് നൽകുന്ന സൂചന, ആ യുവാവും ഈ സ്ത്രീയും തമ്മിൽ ഉണ്ടാകാൻ പോകുന്ന തർക്കം പണസംബന്ധമായിട്ടായിരിക്കും. കടുത്ത സാമ്പത്തിക തർക്കവും സ്വത്ത് തർക്കവുമാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. കടുത്ത പണമിടപാട് തർക്കങ്ങൾ, മറ്റുള്ളവരെ ചതിച്ചും അല്ലാതെയും ഉണ്ടാക്കിയ പണമോ സ്വത്തോ ആ സ്ത്രീ ഈ യുവാവിന്റെ പേരിൽ മാറ്റിയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ
ഇവർ ഒന്നിച്ച് വലിയൊരു സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടാകാം. ഈ പണത്തിന്റെ പങ്കുവെക്കലിനെ ചൊല്ലി ഇവർക്കിടയിൽ കടുത്ത തർക്കമുണ്ടാകും. അതുപോലെ ഇവിടെ എംപ്രസ് കാർഡ് വരുന്നത് ആഡംബര മോഹവും ധൂർത്തുമാണ് കാണിക്കുന്നത്. ആ സ്ത്രീയുടെ കയ്യിലുള്ള ആഡംബരത്തെയും പണത്തെയുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആ പണത്തിന്മേൽ ആ യുവാവിന് കണ്ണു വരികയും അവൻ അത് സ്വന്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അതായത് ചിലപ്പോൾ അവൻ തന്നെ ഇവനുമായി ചേർന്ന് ഇവർ ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ഒരു അനധികൃത ഇടപാട് മൂലം ഇവരുടെ കയ്യിലായിരിക്കും, ഈ സ്ത്രീയുടെ കയ്യിലായിരിക്കും ആ സാമ്പത്തിക സ്രോതസ് ഇരിക്കുന്നത്, ആ സോഴ്സ് ഇവരെ ആയിരിക്കും അത് ഏൽപ്പിച്ചിരിക്കുന്നത്. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കം ഉണ്ടാകുന്നതാവാം. അപ്പോ അതിന്റെ പുറത്താണ് ഇവർ ഈ ആഡംബരം കാണിച്ച് നടക്കുന്നത്. ഇപ്പോൾ ഇവരുടെ ആഡംബര ജീവിതം തകരുമെന്ന് കാണുമ്പോൾ ആ സ്ത്രീ അവനെ തടയാൻ നോക്കും. ഇതാണ് യുദ്ധത്തിന് കാരണമാകുന്നത്. അതായത് മിക്കവാറും ഇവൻ എന്തെങ്കിലും പണമോ സമ്പത്തോ സ്വത്തോ ആരെങ്കിലും ചതിച്ചോ വഞ്ചിച്ചോ ഇവരുടെ കയ്യിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതവൻ തിരിച്ചു ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സംസാരിക്കുമ്പോഴാണ് തർക്കത്തിലേക്ക് പോകാൻ പോകുന്നത്. ഇത്രയും നാൾ വളരെ സാവധാനം പ്ലാൻ ചെയ്ത് ഈ സ്ത്രീയെ വിശ്വസിപ്പിച്ച് കൂടെ നിന്ന ആ യുവാവ് വരും ദിവസങ്ങളിൽ ഇവരെ സാമ്പത്തികമായിട്ട് കബളിപ്പിക്കും. അതാണ് കാര്യം. അതാണ് ഈ നൈറ്റ് ഓഫ് പെന്റക്കിൾസും 7 ഓഫ് പെന്റക്കിൾസും. അവൻ കാത്തിരിക്കുകയാണ് ഇവരെ ഇത് ഏൽപ്പിച്ചിട്ട്. ഇവരുടെ ആർഭാടം കാണിച്ച് അതിന്റെ ഗുണഭോക്താവായിട്ട് ഇവര് നിൽക്കുകയാണ്. അവനത് നട്ടു വളർത്തി അതിന്റെ റിസൾട്ടിനായിട്ട് കാത്തിരിക്കുകയാണ്. ഇവരെ ഏൽപ്പിച്ച എന്തോ ഒരു സമ്പാദ്യം, നിക്ഷേപം ഉണ്ടാവാം, അത് തിരിച്ചു കിട്ടാൻ വേണ്ടി അവൻ കാത്തിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു ടേം ഡെപ്പോസിറ്റ് ആയിരിക്കാം, ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിരിക്കാം, അതിന്റെ ഒരു റിസൾട്ട് വരണമല്ലോ, അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. അത് വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് ആണ് അതിനുണ്ടായിരിക്കുന്നത്. കുറച്ച് കാലമായിട്ടുണ്ടാവണം, കുറഞ്ഞത് 7 വർഷമെങ്കിലും ആയിട്ടുണ്ടാവണം ഈ കാര്യം നടന്നിട്ട്. അതിങ്ങനെ വിളഞ്ഞ് അതിന്റെ ഒരു റിസൾട്ട് കയ്യിലേക്ക് കിട്ടുന്ന അതിന്റെ ഒരു ടേം പൂർത്തിയായിരിക്കുന്ന അല്ലെങ്കിൽ ആകുന്ന ഒരു സമയത്ത് 7 ഇവിടെ വരുന്നത് 8 ഓഫ് പെന്റക്കിൾസ് ആണ്. 8ലേക്ക് കിടക്കുമ്പോൾ 8 വർഷത്തിലേക്ക് ആ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ 8 വർഷമോ 8 ലക്ഷമോ അങ്ങനെ എന്തെങ്കിലും ഒരു വലിയ കണക്ക്, അത് അവനത് തിരിച്ചു ചോദിക്കുമ്പോഴോ അവനത് ഇവർക്ക് കൊടുക്കുമ്പോൾ അവനത് ഇവർക്ക് കൊടുത്തതായിട്ട് ഭാവിച്ചുകൊണ്ട്, അങ്ങനെ പറഞ്ഞില്ലെങ്കിലും അങ്ങനെ നടിച്ചുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത്. അവനത് തിരിച്ചു ചോദിക്കുമെന്ന് ഇവരൊരിക്കലും വിചാരിക്കില്ല. അവർക്ക് അപ്പോൾ തന്നെ അത് തിരിച്ചടിയായിട്ട് ഫീൽ ചെയ്യും. കാരണം എല്ലാം അത് റിസൾട്ട് ഇവർക്ക് എടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴായിരിക്കും ഈ കാര്യം വരുന്നത്. അതിനെ ചൊല്ലി തർക്കമുണ്ടാകും എന്നുള്ളതാണ്. ഇത് എത്ര നാൾക്കുള്ളിൽ സംഭവിക്കുമെന്ന് നോക്കിയാൽ വളരെ സ്ലോ മൂവിങ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ ഉള്ളത്. ഈ പെന്റക്കിൾസ് കാർഡുകൾ പൊതുവെ അങ്ങനെയാണ്. എങ്കിലും ഇവിടെ ഏസ് ഓഫ് പെന്റക്കിൾസും 8 ഓഫ് പെന്റക്കിൾസും വന്നിരിക്കുന്നത് കൊണ്ട്, ഏസും 8ഉം ഉണ്ടല്ലോ, ഈ മാറ്റങ്ങൾ എന്തായാലും ഈ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ കൃത്യമായിട്ട് രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. 7 മുതൽ 8 മാസങ്ങൾക്കുള്ളിൽ ഈ തർക്കങ്ങൾ പുറം ലോകം അറിയുന്ന രീതിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. അങ്ങനെ വരാൻ ചിലപ്പോൾ 7 or 8 മാസങ്ങൾ എടുത്തേക്കാം, അത്രയും താമസം വന്നേക്കാം. എന്നാൽ ഇതിന്റെ തുടക്കം, ആദ്യമുണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ അടുത്ത വരും ദിവസങ്ങളിൽ തന്നെ അല്ലെങ്കിൽ അടുത്ത ഒരു 7 മുതൽ 8 ആഴ്ചകൾക്കുള്ളിൽ തന്നെ അവരുടെ ജീവിതത്തിൽ ആരംഭിക്കും. അതായത് 7 ആഴ്ച മുതൽ 1.5 മാസം കഴിയുമ്പോൾ അതിന്റെ ഒരു കാര്യങ്ങൾ കണ്ടു തുടങ്ങും. ഈ ബന്ധത്തിലൊരു അസ്വാരസ്യങ്ങൾ കണ്ടു തുടങ്ങാൻ സാധ്യതയുണ്ട്. അണിയറയിൽ ഇതിനുള്ള പ്ലാനിങ്ങുകൾ ആ യുവാവ് തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ യൂണിവേഴ്സ് തയ്യാറാക്കിയിട്ടുണ്ട് ഇവർക്ക് നൽകാൻ വേണ്ടിയിട്ട്. ആ സ്ത്രീക്ക് യൂണിവേഴ്സ് കരുതി വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി, ആദ്യത്തെ തിരിച്ചടി, അതാണ് നമ്മൾ നോക്കുന്നത്. അത് എന്താണ്? ഏറ്റവും വലിയ ആദ്യത്തെ തിരിച്ചടി എന്താണ്? 9 ഓഫ് പെന്റക്കിൾസ്. അത് ഏത് മേഖലയിലാണ് വരുന്നത്? സ്റ്റാർ കാർഡ്. ഇവിടെ നമുക്ക് ഈ 9 ഓഫ് പെന്റക്കിൾസ് അതുപോലെ തന്നെ സ്റ്റാർ കാർഡ് വന്നിരിക്കുന്നത് അവർക്ക് കിട്ടുന്ന, അവരുടെ അഹങ്കാരത്തിന് കിട്ടുന്ന തിരിച്ചടിയെയും അതുപോലെ അവരുടെ ഇമേജിനെ എങ്ങനെ ബാധിക്കുമെന്നുള്ള രീതിയിലുള്ള സൂചനകളാണ് നൽകുന്നത്. ഈ 9 ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞാൽ ഒരാള് അയാളുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ട്, ഞാൻ ആരെയും ആശ്രയിക്കാതെ ഒറ്റയ്ക്ക് ജീവിക്കാൻ കെൽപ്പുള്ള ആളാണ് എന്ന് വിചാരിച്ച അഹങ്കാരത്തോടെ നിൽക്കുന്ന ഭാവം, അതാണ് ഈ 9 ഓഫ് പെന്റക്കിൾസിലൂടെ ഈ സ്ത്രീക്ക് ഉള്ളതായിട്ട് കാണിക്കുന്നത്.
അത്ര സമ്പന്നതയിലാണ് ഞാൻ, എനിക്കിനി ആരുടെയും സഹായം വേണ്ട, ഞാൻ വിചാരിച്ചാൽ ആരെയും തകർക്കാം, ഞാൻ എല്ലാം തികഞ്ഞ ഒരു രീതിയിലാണ്, അമിതമായ ആത്മവിശ്വാസവും അഹങ്കാരവും ഉണ്ട്. ആ രീതിയിൽ നിൽക്കുന്ന നല്ല വസ്ത്രങ്ങൾ, നല്ല സൗകര്യങ്ങൾ എല്ലാം ജീവിതത്തിൽ എന്തൊക്കെ വേണമെന്ന് ആഗ്രഹിച്ചോ, നല്ല വീട്, നല്ല ആർഭാടം എല്ലാം ഉള്ള ഒരു സാഹചര്യത്തിലാണ് അവർ നിൽക്കുന്നത്. അവരുടെ ആ അമിത ആത്മവിശ്വാസവും അഹങ്കാരവുമാണ് പ്രപഞ്ചം തച്ചുടക്കാൻ വേണ്ടി പോകുന്നത്. സാമ്പത്തികമായോ മാനസികമായോ അവർക്ക് മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടേണ്ടി വരുന്ന, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകേണ്ടി വരുന്ന ഒരു വലിയ തിരിച്ചടിയാണ് വരാൻ പോകുന്നത്. അവർ ഇത്രയും നാൾ അനുഭവിച്ച ആ സുരക്ഷിതത്വ ബോധം ഇല്ലാതാവും. അതുപോലെ സമൂഹത്തിൽ നമ്മൾ ഒന്നാം ഭാഗത്തിൽ പറഞ്ഞു, ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ ഇവര് ഒരു ഫേക്ക് ആയിട്ടുള്ള ഇമേജാണ് ഇവര് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവര് യഥാർത്ഥത്തിൽ എന്താണോ അതിന് നേർ വിപരീതമായ കാര്യമാണ് നാട്ടിലൊക്കെ ഇവര് അഭിനയിച്ചുകൊണ്ട് ഇവരുടെ ഒരു ഇമേജ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഇമേജ്, ആ സോഷ്യൽ സ്റ്റാറ്റസ്, ആ പ്രശസ്തി, അതൊക്കെ മാറാൻ പോകുന്നു. അതിന്റെ മേൽ വലിയൊരു തിരിച്ചടി വരാൻ പോകുന്നു. സമൂഹത്തിലുള്ള ഇവരങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ഥാനമുണ്ട്, നല്ലവൾ, പാവം എന്നൊക്കെയുള്ള ഒരു സാധു എന്ന ഒരു ഇമേജ്. അങ്ങനെ എന്തെങ്കിലും ഒരു വിലയും ഇമേജും ഇവർക്കുണ്ടെങ്കിൽ, ഇവരങ്ങനെ ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തകരാൻ പോകുന്നു. ഇത്രയും നാൾ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുന്നിൽ അവർ കെട്ടിപ്പടുത്ത ആ വലിയ സ്റ്റാർ ഇമേജ്, നല്ലവൾ എന്ന പത്രാസ്, പൂർണ്ണമായിട്ടും തകർന്നടിയാൻ പോവുകയാണ്. അതുപോലെ അവരുടെ ആഗ്രഹങ്ങൾ, താൻ വിചാരിച്ചതുപോലെ എല്ലാം നടക്കുമെന്ന അവരുടെ പ്രതീക്ഷകൾക്ക് മുകളിലാണ് യൂണിവേഴ്സ് പ്രഹരമേൽപ്പിക്കാൻ പോകുന്നത്. അവിടെയാണ് പ്രഹരിക്കാൻ പോകുന്നത്. അവർ എന്തൊക്കെ ആഗ്രഹിച്ചോ, ഇവിടെ ഏസ് ഓഫ് സോഡ്സ് വാളോ ഒങ്ങി നിൽക്കുകയാണ്, അവിടെയാണ് വെട്ടാൻ പോകുന്നത്. അവർ എന്തൊക്കെ ആഗ്രഹിച്ചോ അതൊന്നും നടക്കാതെ വരികയും കടുത്ത നിരാശയിലേക്ക് അവർ വീണു പോവുകയും ചെയ്യും. അതായത് എന്തോ ഒരു കാര്യം വിതച്ചിട്ട് അത് മുഴുവനും കൊയ്തെടുക്കാം, ആ സ്വത്ത് മുഴുവനും നേടിയെടുക്കാം, ആ പണം മുഴുവനും നേടിയെടുക്കാം, ഞാൻ പിന്നെ ആരാണ്, എനിക്ക് പിന്നെ ആരെയും വേണ്ടി വരില്ല, അത്രയും സമ്പന്നതയിലേക്കാണ് ഞാൻ എത്താൻ പോകുന്നത്, ഞാൻ ഇങ്ങനെയൊക്കെ അസന്മാർഗിക പ്രവർത്തനത്തിലൂടെ വേറെ ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് കുടുംബത്തിലെ രക്തബന്ധമുള്ള ആരെയുടെയൊക്കെ ചേർന്നുകൊണ്ട് പ്രവൃത്തിയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ, ആരും അറിഞ്ഞിട്ടുമില്ല. അപ്പൊ അത് ഗുണത്തിലേക്ക് വരും എന്ന് വിചാരിച്ചുകൊണ്ട് കുടുംബത്തെയും നാട്ടുകാരെയും എല്ലാവരെയും ചതിച്ചുകൊണ്ട് അവരിങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ആ യുവാവ് ഇതെല്ലാം ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അവൻ അതിനുവേണ്ടി, ആ റിസൾട്ടിന് വേണ്ടിയിട്ട്, സമയമാകാൻ വേണ്ടി, വിളവെടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണെന്നുള്ളത് ആ കാർഡ് ഇവിടെ ഉറപ്പായിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, വ്യക്തമായി കാണിച്ചു തന്നിട്ടുണ്ട്. അതിനുള്ള കാര്യങ്ങളൊക്കെ അണിയറയിൽ അവൻ ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് ഇവർക്ക് എന്തായാലും നല്ല ശിക്ഷ, അതുമായി ബന്ധപ്പെട്ട് ഇവരെന്ത് വ്യാമോഹത്തിലാണോ അത് പൊട്ടിത്തകർന്നു വീഴാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് ഇവർക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ശിക്ഷ. അത് പൊതുസമൂഹത്തിന് മുന്നിൽ വലിയൊരു തിരിച്ചടിയായിട്ട് അനുഭവപ്പെടുകയും ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് യൂണിവേഴ്സിന്റെ കണക്കുകൾ വളരെ വ്യക്തമാണ് ഈ സ്പ്രെഡിൽ നിന്നും. ഈ സ്ത്രീ നിങ്ങളെ മാത്രമല്ല, നിങ്ങൾക്ക് പുറമെ പണത്തിന് വേണ്ടിയും സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയും പല രഹസ്യ ചതികളും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ താൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന, താൻ അന്ധമായി വിശ്വസിക്കുന്ന ആ യുവാവുമായി, അത് അവരുടെ മകനോ ബന്ധത്തിലുള്ള മകന് തുല്യമായ വേറെ ഏതെങ്കിലും രക്തബന്ധത്തിലുള്ള ആരെങ്കിലുമോ, അല്ലെങ്കിൽ അവരുടെ രഹസ്യ കാമുകനോ പങ്കാളിയോ, അങ്ങനെ ആരെങ്കിലും ആകാം, പ്രായം കുറഞ്ഞ ഒരു യുവാവ് എന്തായാലും ആണ്. ആ വ്യക്തിയുമായിട്ട് ഉണ്ടാകാൻ പോകുന്ന കടുത്ത സാമ്പത്തിക തർക്കങ്ങൾ വഴി ഇവരുടെ രഹസ്യങ്ങളും സർവ്വരഹസ്യങ്ങളും പുറത്തു വരും. അത് വരും മാസങ്ങളിൽ തന്നെ പുറത്തു വരും. അതിനുള്ള ആദ്യത്തെ കാര്യങ്ങൾ ഒരു 7 ആഴ്ച മുതൽ 8 ആഴ്ചകൾക്കുള്ളിൽ പതിയെ തർക്കങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സമൂഹത്തിൽ ഇവർ കെട്ടിപ്പടുത്തിരിക്കുന്ന ആ നല്ലവൾ എന്ന ഇമേജ് പ്രപഞ്ചം തുടച്ചു നീക്കുന്ന ആദ്യത്തെ വലിയ തിരിച്ചടിയാണ് എന്തായാലും വരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇവിടം കൊണ്ട് 2ാം ഭാഗം അവസാനിപ്പിക്കുകയാണ്. പക്ഷെ ഇതിന്റെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ അടുത്ത ഒരു 3ാം ഭാഗം കൂടിയുണ്ട്. കാരണം നമുക്ക് ഇതിനൊരു എൻഡിങ് വേണം. നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യാനാണ്, പക്ഷെ അത് വലിയ വലിയ രീതിയിലേക്ക് ഡെവലപ്പായി പോയതാണ്. അത് നിങ്ങൾക്കറിയാലോ. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ 2ാം ഭാഗം നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു, നമ്മൾ അറിയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ തിരിച്ചടി അവർക്ക് ലഭിച്ചു കഴിയുമ്പോൾ ആ സ്ത്രീയുടെ മാനസികാവസ്ഥ എന്താവും, അവരുടെ പണം, കുടുംബം, ആരോഗ്യം എന്നിവയ്ക്ക് എന്ത് സംഭവിക്കും, അതായത് അവരുടെ ജീവിതത്തിൽ എന്ത് തിരിച്ചടി എന്തായാലും കിട്ടും, അതെങ്ങനെയാണ് അവരെ ബാധിക്കുക, അവർ വരും ദിവസങ്ങളിൽ അനുഭവിക്കാൻ പോകുന്ന ആ കടുത്ത ഒരു ഏകാന്തത എങ്ങനെയുള്ളതായിരിക്കും. ഇവിടെ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു ഒറ്റപ്പെട്ട പോലത്തെ അവസ്ഥ ഉണ്ടാവും. അല്ലെങ്കിൽ എന്തായിരിക്കും അത് അവര് ഈ പറയുന്ന തിരിച്ചടി എങ്ങനെയാണ് അവരിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് 3ാം ഭാഗത്തിൽ നോക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതെല്ലാം നോക്കിയതിനു ശേഷം ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ഇത്രയും നോക്കേണ്ടി വന്നത് തന്നെ നിങ്ങളെ അവർ ദ്രോഹിച്ച ഒരു സൈക്കോയെ പോലെ, നിങ്ങളുടെ ഓരോ കണ്ണുനീരിനും ആനന്ദിച്ച അവരുടെ അതിമൃഗീയമായിട്ടുള്ള ഓരോ നീക്കങ്ങൾ കാരണമാണ്. അതുകൊണ്ട് നിങ്ങൾക്കുണ്ടായ ദുരിതങ്ങൾ കാരണമാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് തന്നെ എടുക്കേണ്ടി വന്നത്. അപ്പൊ നമുക്ക് ആ 3ാം ഭാഗം അവസാനിക്കുമ്പോൾ പ്രപഞ്ചം
നിങ്ങൾക്ക് തിരികെ തരാൻ പോകുന്ന, യൂണിവേഴ്സ് നിങ്ങൾക്ക് തിരികെ നൽകാൻ പോകുന്ന വലിയ ഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി നോക്കിയിട്ടാണ് നമ്മൾ പാർട്ട് 3 അവസാനിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് പാർട്ട് 3യുടെ വീഡിയോ ലഭിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. ഓൾ നോട്ടിഫിക്കേഷൻസ് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിത് അപ്ലോഡ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ നമ്മളത് അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടുകയുള്ളൂ. 1ാം ഭാഗം കാണാത്ത ആളുകൾ തീർച്ചയായിട്ടും 1ാം ഭാഗം കാണണം. അതുപോലെ തന്നെ അടുത്ത ഭാഗവും കൂടി കാണുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സെറ്റിംഗ്സിൽ ചെയ്തു വെക്കണം. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഈ റീഡിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ, നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം നൽകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത ഭാഗത്തിൽ വീണ്ടും കാണാമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.